everyone, welcome to Krish Talks. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 4 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ആകെ എടുക്കാനുള്ളത് ഈ ചാപ്റ്റർ 4 ആണ്. പക്ഷേ ഇത് അത്യാവശ്യം ലെങ്തി ചാപ്റ്റർ ആയതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും ഈ ചാപ്റ്റർ എടുക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് 2 പാർട്ടും നിങ്ങൾ മിസ് ചെയ്യാതെ കണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാങ്കിങ്ങിൻ്റെ ബാക്കി എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഉൾപ്പെട്ടിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ബാക്കി സബ്ജക്റ്റുകളും നമ്മളെടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലോട്ട് കിടക്കാം. ചാപ്റ്റർ 4 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ആദ്യം പറയുന്നത് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881. The negotiable instruments are governed by the Negotiable Instruments Act 1881 in India. It extends to all of India except the Jammu and Kashmir. അപ്പോൾ ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് എന്ന് പറയുന്നത് 1881 വന്നിട്ടുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിൽ എല്ലാവിടെയും ഇത് അപ്ലിക്കബിൾ ആണ്, പക്ഷേ ജമ്മു ആൻഡ് കാശ്മീരിൽ മാത്രം ഇതില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ട്രാൻസ്ഫറബിൾ ബൈ ഡെലിവറി. ഇതാണ് ഇതിൻ്റെ ഒരു അർത്ഥം വരുന്നത് കേട്ടോ. ട്രാൻസ്ഫറബിൾ ബൈ ഡെലിവറി. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് മീൻസ് എ ഡോക്യുമെൻറ്റ് ഗ്യാരണ്ടിങ് ദ പേയ്മെൻറ്റ് ഓഫ് എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി എയ്തർ ഓൺ ഡിമാൻഡ് ഓർ അറ്റ് എ സെറ്റ് ടൈം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതൊരു ഡോക്യുമെൻ്റ് ആണ്. ഈ ഒരു ഡോക്യുമെൻ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മണി കിട്ടും, പൈസ കിട്ടും. അപ്പോൾ അത്തരം ഇൻസ്ട്രുമെൻസിനെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ചെക്ക് ഒരു ഡോക്യുമെൻ്റ് ആണല്ലോ, അത് നമ്മൾ പാസ് ചെയ്യുമ്പോൾ നമുക്ക് പൈസയല്ലേ കിട്ടുന്നത്. അതേപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. സിംപ്ലി നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, നമ്മൾ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ്, ആ ഒരു ഡോക്യുമെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ പണത്തിൻ്റെ മൂല്യമുള്ള എന്തെങ്കിലും, പണമോ പണത്തിൻ്റെ മൂല്യമുള്ളതോ നമുക്ക് കിട്ടും. അതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് മെയിനായിട്ട് 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്, ഈ 3 വരുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ 3 കുറിച്ചുള്ള ഒരു 1 ലൈൻ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടൺ പ്രോമിസ് ആണ്. ഇത് 3 റിട്ടൺ ആണ്, അതാണ് ഒരു പ്രത്യേകത കേട്ടോ. പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ റിട്ടൺ പ്രോമിസ് ആണ്. ഓക്കെ, ബൈ 1 person to pay a certain amount of money to another person. ഒരാൾ മറ്റൊരാൾക്ക് പൈസ തരാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രോമിസാണ്, റിട്ടൺ പ്രോമിസാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഇനി ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഞാൻ ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം കേട്ടോ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എ റിട്ടൺ ഓർഡർ ആണ്. പ്രോമിസറി നോട്ട് പ്രോമിസ് ആണെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു ഓർഡർ ആണ്. ബൈ 1 person to another person to pay a certain amount of money. അതായത് നിശ്ചിത എമൗണ്ട് നീ എനിക്ക് തരണം എന്ന് പറയുന്ന ഒരു ഓർഡർ പോലെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ചെക്ക് നമുക്കറിയാം, ആ ഒരു കസ്റ്റമർ ബാങ്കിൽ പോയിട്ട് പേ ചെയ്യുന്നതാണ് ചെക്ക്. അപ്പോൾ ബാങ്ക് തിരിച്ച് എന്ത് തരും? നമുക്ക് മണി തരും. അതാണ് ചെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ടോപ്പിക്കുകളെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമ്മളത് 1 by 1 ആയിട്ട് നോക്കുന്നേക്കാൻ മുമ്പ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. നമുക്ക് ഫ്രീലി ട്രാൻസ്ഫറബിൾ, നമുക്കിത് 1 person to another person ട്രാൻസ്ഫറബിൾ ആണ്. ദെൻ നെഗോഷ്യബിലിറ്റി ഇൻ റൈറ്റിംഗ്, ഇത് 3 എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണ്. ദെൻ കണ്ടീഷണൽ ഓർഡർ ഓർ പ്രോമിസ്, ഇതിലൊന്നില്ലെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഓർഡർ അല്ലെങ്കിൽ പ്രോമിസ് ഉണ്ടായിരിക്കും. സർട്ടൈൻ സം ഓഫ് മണി ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ദെൻ ടൈം ഓഫ് പേയ്മെൻറ്റ്, അതിൽ കൃത്യമായിട്ടുള്ളൊരു ടൈം, നിശ്ചിതമായിട്ടുള്ളൊരു സമയം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും, ഡേറ്റ് ഒക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ പേയ്മെൻറ്റ് ടു എ സർട്ടൈൻ പേഴ്സൺ, ഒരു മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള ഒരു ഇടപാടാണ്. അപ്പോൾ ഒരു പേഴ്സൺ അവിടെ എന്തായാലും വരുന്നുണ്ട്. ദെൻ സിഗ്നേച്ചർ ഓഫ് ദി മേക്കർ, ഇതാരാണ് ഉണ്ടാക്കിയത്? ഇപ്പോൾ പ്രോമിസറി നോട്ട് മേക്ക് ചെയ്ത ആളുടെ സൈൻ വേണം, ബിൽ ഓഫ് എക്സ്ചേഞ്ച് മേക്ക് ചെയ്തായിട്ടുള്ള സൈൻ വേണം, ചെക്കിൻ്റെ ആണെങ്കിലും നമ്മുടെ കസ്റ്റമറുടെ സൈൻ അതിൽ അത്യാവശ്യമാണ്. ദെൻ ഡെലിവറി ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്, അതിൻ്റെ ഒരു ട്രാൻസ്ഫറബിലിറ്റി അവിടെ നിർബന്ധമായിട്ടും വരുന്നുണ്ട്. ദെൻ സ്റ്റാമ്പിംഗ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രോമിസറി നോട്ട്, നമ്മുടെ ചെക്കിലില്ല, ബിൽ ഓഫ് എക്സ്ചേഞ്ചിലും പ്രോമിസറി നോട്ടിലും ആ ഒരു സ്റ്റാമ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കൂടി വരുന്നുണ്ട്. സോ ഇത്രയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഷോർട്ട് എസ്സേക്ക് ചോദിക്കാറുണ്ട് കേട്ടോ.
ഇനി നമ്മൾ 1 by 1 ആയിട്ട് നോക്കാൻ പോവാണ് എന്താണ് പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ട് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഇത് മൂന്നും ചോദിച്ചാലും നിങ്ങൾക്ക് ആദ്യം എഴുതാൻ പറ്റുന്ന ഒരു ലൈനാണ് ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് എന്നുള്ളത്. ദെൻ പ്രോമിസറി നോട്ട് ഒരു റിട്ടൺ പ്രോമിസ് ആണ് ടു പേ എ ഡെപ്റ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം നമ്മുടെ രാമുചേട്ടൻ്റെ കട, രാമുചേട്ടൻ്റെയാണ് കട കേട്ടോ. ഈ ഒരു കടയിൽ നിന്ന് അനു എന്ന് പറയുന്ന കുട്ടി സാധനങ്ങൾ വാങ്ങാണ്. അനു സാധനങ്ങൾ വാങ്ങാണ് കേട്ടോ. അപ്പോൾ പ്രോമിസറി നോട്ട് എന്ന് പറയുന്ന ഒരു പ്രോമിസാണ്, ഞാൻ തരാം എന്ന് പറയുന്ന ഒരു പ്രോമിസാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രാമചേട്ടൻ്റെ കടയിൽ നിന്നും നമ്മുടെ അനു ഒരു 1000 രൂപയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അനുവിൻ്റെ പൈസ ഇല്ല കൊടുക്കാനായിട്ട്. അപ്പോൾ രാമചേട്ടൻ്റെ അടുത്ത് പറയാണ് എന്ത്, നെക്സ്റ്റ് മന്ത്, ഇപ്പോൾ ജൂലൈയിൽ ഈ 1000 രൂപ ജൂലൈ 10-ാം തീയതി ഞാൻ തരാം എന്ന് ഒരു റിട്ടൺ ആയിട്ട് എഴുതി കൊടുക്കുന്നു. ഈ റിട്ടൺ പ്രോമിസിനെയാണ് നമ്മൾ പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. അതായത് കടം വാങ്ങിയ സാധനങ്ങൾ ഒക്കെ നമ്മൾ കടത്തിന് വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് അടുത്ത മാസം ഇത്രാം തീയതിക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിട്ടൺ പ്രോമിസിനെയാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഇതാണ് ഇതിനൊരു ഉദാഹരണം. അപ്പോൾ എപ്പോഴും എന്താ പറയുക, പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് പൈസ കൊടുക്കാനുള്ള ആളായിരിക്കും. ഇപ്പോൾ അനു ആണ് കൊടുക്കാനുള്ളത് അല്ലേ, അപ്പോൾ അനു ആയിരിക്കും ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഇവിടെ 2 വ്യക്തികളാണ് വരണേ കേട്ടോ, മേക്കറും അതേപോലെ തന്നെ പേയും. 2 വ്യക്തികൾ ഇവിടെ വരുന്നുണ്ട്, പേയും മേക്കറും. മേക്കർ എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സാമ്പിൾ വെച്ചിട്ട് അനു ആണ് മേക്കർ. പ്രോമിസറി നോട്ട് ഉണ്ടാക്കിയ ആൾ അനുവല്ലേ, അപ്പോൾ അനു ആണ് മേക്കർ. ദെൻ പേയി, ആർക്കാണ് പൈസ കൊടുക്കാനുള്ളത്, രാമചേട്ടൻ. അപ്പോൾ രാമചേട്ടനാണ് ഇവിടുത്തെ പേയി എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് റൈറ്റിംഗ് എഴുതി തയ്യാറാക്കിയതാണ്. അൺകണ്ടീഷണൽ പ്രോമിസ് ഉണ്ട് ഇവിടെ. സെർട്ടൈൻ ആൻഡ് ഡെഫിനിറ്റ് സം ഓഫ് മണി ഇവിടെ വരുന്നുണ്ട്, 1000 രൂപ എന്നുള്ള ഒരു എമൗണ്ട് വരുന്നുണ്ട്. സൈൻ ചെയ്യണം. മേക്കർ ആരാണ്, പ്രോമിസറി നോട്ട് ഇവിടെ ഉണ്ടാക്കിയത് ആരാ, അനു ആണ് പൈസ കൊടുക്കാനുള്ളത്. അപ്പോൾ അനുവിൻ്റെ സിഗ്നേച്ചർ ഇവിടെ മസ്റ്റായിട്ടും വേണം. ദെൻ സെർട്ടൈൻ മേക്കർ ആൻഡ് പേ, ഇവിടെ മേക്കറും പേയും 2 വ്യക്തികൾ വേണം, പ്രോപ്പർലി സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലും പ്രോമിസറി നോട്ടിലും സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ, അത് 2 അപ്പോൾ ഇതാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി ഇതിലുള്ള പാർട്ടീസ് എന്ന് പറയുന്ന 2 വ്യക്തികളാണ്, മേക്കർ ഓർ ഡോർ. അതായത് ദ പേഴ്സൺ ഹു മേക്സ് ദ പ്രോമിസറി നോട്ട്. ആരാണ് പ്രോമിസറി നോട്ട് ഉണ്ടാക്കിയത്, ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ വെച്ച് അനു ആണ്. ദെൻ പേയി, ആർക്കാണ് പൈസ കൊടുക്കേണ്ടത്, രാമചേട്ടനാണ് പൈസ കൊടുക്കേണ്ടത്. അപ്പോൾ രാമചേട്ടനാണ് ഇവിടെ പേയി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോമിസറി നോട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങൾ. എന്താണ് പ്രോമിസറി നോട്ട്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൽ വരുന്ന ആൾക്കാർ, ഇത്രയും കൃത്യമായിട്ട് പഠിക്കാം. ഇനി അടുത്തത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് അൺകണ്ടീഷണൽ ഓർഡർ. അതിൽ അൺകണ്ടീഷണൽ പ്രോമിസ് ആണെങ്കിൽ ഇവിടെ അൺകണ്ടീഷണൽ ഓർഡർ ആണ്. സൈൻഡ് ബൈ ദ മേക്കറോട് എന്ത് ചെയ്തിട്ടുണ്ടാവണം, സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ എന്താ പറയുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പേ എന്നാണ് പറയുക, സം ഓഫ് മണി അവിടെ ഉണ്ടാവണം. അപ്പോൾ ഇത് നമ്മുടെ പ്രോമിസറി നോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇത് ഒരു ഓർഡറാണല്ലോ, തരണം എന്ന് പറയുന്ന ഓർഡറാണ്. അപ്പം അങ്ങനെ തരണം, മര്യാദയ്ക്ക് എൻ്റെ പൈസ അടുത്ത മാസം തരണം എന്ന് പറയുന്നത് ആരായിരിക്കും, കട ഉടമയായിരിക്കും. അപ്പം നമ്മൾ നേരത്തെ എക്സാമ്പിൾ വെച്ചിട്ട് രാമചേട്ടനാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത്. ജൂലൈ 10-ന് 1000 രൂപ തരണം, അതൊരു ഓർഡറാണ്, തരണം എന്ന് പറഞ്ഞിട്ട് രാമചേട്ടൻ്റെ സൈനൊക്കെ ഇട്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അനു ആണ് അതെന്ത് ചെയ്യുന്നത്, ആക്സെപ്റ്റ് ചെയ്യുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി ആക്സെപ്റ്റഡ്. അനു ആണ് അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്, അനു ആണ് പൈസ കൊടുക്കേണ്ടതും. ഓക്കെ, ഇപ്പോൾ 2 കേസിലും പൈസ കൊടുക്കുന്നത് ഒരാൾ തന്നെയാണ് അല്ലേ, പക്ഷേ പ്രിപ്പറേഷനിലാണ് വ്യത്യാസം. പ്രോമിസറി നോട്ട് കടം വാങ്ങിയ ആൾ പ്രിപ്പയർ ചെയ്യുന്നു, ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന ആരാ, കടം കൊടുത്ത ആൾ, കട ഉടമയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു ഓർഡറാണ്, തരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡറാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഇവിടെ വരുന്നത് നമ്പർ ഓഫ് പാർട്ടീസ്, മേ ബി 3 ആൾക്കാർ ഇവിടെ വന്നേക്കാം എന്നാണ് പറയുന്നത്. അതായത് ഒരു മേക്കറും ഒരു ഡ്രോയും ഒരു പേയും, അങ്ങനെ 3 ആൾക്കാർ വന്നേക്കാം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് എഴുതി തയ്യാറാക്കിയിട്ടുള്ളതായിരിക്കണം. എക്സ്പ്രസ് ഓർഡർ ടു പേ, ഇവിടെ ഓർഡർ ചെയ്യണം എന്നുള്ള ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ടാവും, അൺകണ്ടീഷണൽ ഓർഡർ. ദെൻ ഓർഡർ ടു പേ മണി
ഓൺലി പൈസയുടെ ഒരു ഇടപാടാണ് ഇവിടെ നടന്നിട്ടുണ്ടായിരിക്കുക. പേബിൾ ടു സർട്ടീൻ പാർട്ടീസ്, ഇങ്ങനെ പേ ചെയ്യേണ്ട സർട്ടൻ പാർട്ടീസ് ഇവിടെ ഉണ്ട്. ദെൻ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആക്സെപ്റ്റൻസ് മസ്റ്റായിട്ടും ഞാൻ ഇവിടെ പറഞ്ഞില്ലേ അനു അത് ആക്സെപ്റ്റ് ചെയ്യണം ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അതേപോലെ ആക്സെപ്റ്റൻസ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ദെൻ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവണം. ആ പോയിന്റ് കൂടി ആഡ് ചെയ്യുക. ഇനി ഇവിടെ വരുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞു 3 പേരാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രോവർ, ഡ്രോയി, പേ. അപ്പോൾ ആരൊക്കെയാണ് ഈ 3 പേര്? ദ പേഴ്സൺ ഹു ഡ്രോസ് ദ ബില്ല്. അപ്പോൾ നമ്മുടെ ഉദാഹരണം വെച്ച് കട ഉടമയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത്. തരണം എന്നുള്ള ഒരു ഓർഡർ വെക്കുന്നത് കട ഉടമയാണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ വെച്ചിട്ട് രാമുചേട്ടനാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. സോ രാമുചേട്ടനാണ് ഡ്രോവർ എന്ന് പറയുന്നത്. ദെൻ ദ പേഴ്സൺ ഹു ഈസ് ഓർഡർ ടു പേ ദ എമൗണ്ട് മെൻഷൻഡ് ഇൻ ദ ബില്ല്. മര്യാദയ്ക്ക് എൻ്റെ പൈസ തരണം എന്ന് ആരോടാണ് പറഞ്ഞത്? അനുവിൻ്റെ അടുത്താണ് പറഞ്ഞത്. അപ്പോൾ അനുവാണ് ഇവിടുത്തെ ഡ്രോയി, പൈസ കൊടുക്കേണ്ടത് അനുവാണ്. ഇനി മൂന്നാമതൊരാൾ വരിക, അതാരത്? ദ പേഴ്സൺ ടു ഹും ദ പേയ്മെൻറ്റ് ഈസ് ടു ബി മെയ്ഡ്. അതായത് ആർക്കാണ് പൈസ കൊടുക്കേണ്ടത്? ഇപ്പോൾ ചില സമയത്ത് ഇത് രണ്ടും ഒരു വ്യക്തികളാവാറുണ്ട്. ഒരു ഉദാഹരണം പറയാൻ വെച്ചാൽ രാമുചേട്ടൻ അനുവിൻ്റെ അടുത്ത് പറയാണ്, നീ എനിക്ക് 1000 രൂപ തരാനുണ്ടല്ലോ, അതെനിക്ക് മര്യാദയ്ക്ക് അടുത്ത മാസം തരണം, പക്ഷെ അത് എൻ്റെ കയ്യിൽ തരണ്ട, എൻ്റെ വൈഫിൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. ഓക്കെ, വൈഫിൻ്റെ കയ്യിൽ കൊടുത്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെ കയ്യിലാണ് ഇപ്പോൾ പൈസ ശരിക്കും കൊടുക്കേണ്ടത്? വൈഫിൻ്റെ കയ്യിൽ. അപ്പോൾ വൈഫാണ് ഇവിടെ പേ എന്ന് പറയുന്നത്. ആരുടെ കയ്യിലാണോ ശരിക്കും നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ടത് ആ വ്യക്തി വൈഫാണ് ഇവിടെ ഉദാഹരണം വെച്ചിട്ട്. അപ്പോൾ ആളെയാണ് പേ എന്ന് പറയുന്നത്. ചില സമയത്ത് അത് രാമചേട്ടന് തന്നെ ആയിരിക്കും ഡയറക്റ്റ്ലി കൊടുക്കുന്നുണ്ടാവും. അതായത് മര്യാദയ്ക്ക് അടുത്ത മാസം എൻ്റെ പൈസ തരണം, എൻ്റെ കയ്യിൽ തന്നെ തന്നാൽ മതി എന്ന് പറയുമ്പോൾ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രിപ്പയർ ചെയ്തതും നമ്മൾ പൈസ കൊടുക്കേണ്ടതും രാമചേട്ടന് തന്നെയാണ്. പക്ഷെ ചില കേസിൽ രാമചേട്ടൻ പറയും എനിക്ക് തരണ്ട, ആ പൈസ അവന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്താൽ മതി എന്ന് പറയുവാണെങ്കിൽ ആളെയാണ് ഇവിടെ പേ ആയിട്ട് വെക്കുന്നത്. അപ്പോൾ ആ ഒരു 3 എണ്ണം ഒന്ന് വ്യക്തമായിട്ട് പഠിക്കുക കേട്ടോ. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പീരീഡ്. പീരീഡിൻ്റെ അടിസ്ഥാനത്തിൽ ഡിമാൻഡ് ബിൽസും ഉണ്ട്, ടേം ബിൽസും ഉണ്ട്. ഡിമാൻഡ് ബിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഫിക്സഡ് ഡേറ്റ് ഫോർ പേയ്മെൻറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ പറയില്ലേ, അനുമോളെ നീ എന്നെങ്കിലും കൊണ്ട് തന്നാൽ മതി പൈസ, അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഡേറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അത്തരം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് ഡിമാൻഡ് ബിൽസ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ടേം ബിൽസ്. കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും, അടുത്ത മാസം, അതായത് ജൂൺ മാസം 10-ാം തീയതി രാവിലെ 10 മണിക്ക് പൈസ കൊണ്ടുതരണം. അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ടേം ബിൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റൈറ്റിംഗ് ഓഫ് ബില്ലാണ്. അതിൽ ട്രേഡ് ബിൽസും ഉണ്ട്, അക്കോമഡേഷൻ ബിൽസും ഉണ്ട്. ട്രേഡ് ബിൽസ് എന്ന് പറയുമ്പം ഡ്രോൺ ആൻഡ് ആക്സെപ്റ്റഡ് എഗെയിൻസ്റ്റ് ദ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. നമ്മൾ സാധനങ്ങൾ കടമായിട്ട് വാങ്ങിയതിൻ്റെ പേരിൽ പ്രിപ്പയർ ചെയ്യുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് ട്രേഡ് ബിൽസ്. എന്നാൽ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പണമിടപാട് നടത്തിയതിൻ്റെ പേരിൽ പ്രിപ്പയർ ചെയ്യുന്ന ബില്ലാണ് അക്കോമഡേഷൻ ബില്ല്. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ജോഗ്രഫിക് ലൊക്കേഷൻ ആണ്. ഇൻലാൻഡ് ബില്ലും ഉണ്ട്, ഫോറിൻ ബില്ലും ഉണ്ട്. ഇവിടെ 2 കൂട്ടരും ഒരേ രാജ്യക്കാരാണെങ്കിൽ, അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതും പണം കൊടുക്കേണ്ടതൊക്കെ എല്ലാം ഒരേ ആൾക്കാരാണെങ്കിൽ, ഒരേ നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു ബില്ലിനെയാണ് ഇൻലാൻഡ് ബില്ല് എന്ന് പറയുന്നത്. ഇത് രാമുചേട്ടനും അനുവും ഇന്ത്യയിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കണം. അതാണ് ഇൻലാൻഡ് ബില്ല്. ഇനി ഫോറിൻ ബില്ല് എന്ന് പറയുമ്പം ഒരാൾ ഇന്ത്യക്കാരനും മറ്റൊരാൾ വേറൊരു രാജ്യത്തുള്ള ഒരാളും ചൈനക്കാരനും ആണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ 2 കൂട്ടരും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെങ്കിൽ അത്തരം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് ഫോറിൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തത് എന്താണ് ആക്സെപ്റ്റൻസ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും പൈസ കടം കൊടുക്കുന്ന ആളാണ്, അതായത് കട ഉടമയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു എക്സാമ്പിൾ വെച്ചിട്ട്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, അതായത് ആ പൈസ തിരിച്ചു കൊടുക്കേണ്ട ആൾ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ആ ഒരു ഡ്യൂ ഡേറ്റിൽ കൃത്യമായിട്ടും ഞാൻ ആ പൈസ തരാൻ റെഡിയാണ് എന്നുള്ളൊരു ആക്സെപ്റ്റൻസ്, ആ ഒരു കാര്യം അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു ബില്ലിൽ ആക്സെപ്റ്റഡ്, ഞാനിത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അനു സൈൻ ചെയ്തൊക്കെ കൊടുക്കണം അതിൽ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇഫ് ദ ഡ്രോയി ഈസ് റെഡി ടു മേക്ക് ദ പേയ്മെൻറ്റ് ഓൺ ഡ്യൂ ഡേറ്റ് ഹി ഹാസ് ടു റൈറ്റ് ദ വേർഡ് ആക്സെപ്റ്റഡ് ഇൻ ദ ബിൽ ആൻഡ് പുട്ട് ഹിസ് സിഗ്നേച്ചർ ഓൺ ഇറ്റ്. അപ്പോൾ ഞാനിത് ആക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ പറഞ്ഞ ഡേറ്റിന് പൈസ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആക്സെപ്റ്റഡ് എന്ന് എഴുതിക്കൊണ്ട് സിഗ്നേച്ചർ ഇടണം നമ്മൾ. അതിനെയാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയാണ് പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെക്കിൻ്റെ ഏരിയയിലോട്ടാണ് കടക്കാൻ പോകുന്നത്. ആ ഒരു ചെക്കിൻ്റെ ഏരിയയിൽ ചെക്ക് എന്താണ്, അതിലെ പാർട്ടീസ്, അതിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ്, ദെൻ ക്രോസിംഗ് ഓഫ് ചെക്ക്, പലതരം ചെക്കുകൾ, അതേപോലെ അതിൻ്റെ ക്രോസിങ്ങിൻ്റെ കാര്യങ്ങൾ, എൻഡോഴ്സ്മെൻറ്റ്, വലിയൊരു ഏരിയ തന്നെ നമുക്ക് പാർട്ട് 2 പറയാനുണ്ട്. സോ ഈ ഒരു പാർട്ടിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അടുത്ത പാർട്ട് വേഗം പോയി കാണുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.